ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ വൻ നിക്ഷേപങ്ങൾ നടത്തിയവരെയും ചോദ്യം ചെയ്യും. 50 ലക്ഷത്തിന് മുകളിൽ നിക്ഷേപം നടത്തിയവരുടെ പട്ടിക ഇഡി തയ്യാറാക്കിയിട്ടുണ്ട്. ആദായ നികുതി വെട്ടിപ്പുകൾ നടത്തിയവർ കണക്കിൽപ്പെടാത്ത കോടികൾ ഹൈറിച്ചിൽ നിക്ഷേപിച്ചതായാണ് വിവരം. ഇതിനിടെ ഒളിവിലുള്ള ഹൈറിച്ച് ഉടമകളായ KD പ്രതാപനും ഭാര്യ ശ്രീനയും അടുത്ത കൂട്ടാളികൾ വഴി പണം തിരികെ നൽകാമെന്ന ഉറപ്പ് ചില നിക്ഷേപകർക്ക് നൽകുന്നുണ്ട്. ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പിൽ കോടികൾ നഷ്ടപ്പെട്ട നിക്ഷേപകരാരും പരാതിയുമായി രംഗത്ത് വരുന്നില്ല. ഇഡിക്ക് മുന്നിൽ പരാതി നൽകാനും മൊഴി നൽകാനും എത്തിയാൽ നഷ്ടപ്പെട്ട പണത്തിന്റെ സ്രോതസ് കൂടി വെളിപ്പെടുത്തേണ്ടി വരുമെന്നതിനാലാണ് പലരും രംഗത്ത് വരാത്തത്. ഏതാനും പേർ മാത്രമാണ് നിക്ഷേപ തട്ടിപ്പിൽ ഇഡി അന്വേഷണവുമായി സഹകരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് 50 ലക്ഷത്തിലധികം രൂപ നിക്ഷേപം നടത്തിയവരുടെ പട്ടിക തയ്യാറാക്കി സമൻസ് നൽകി വിളിപ്പിക്കാൻ ഒരുങ്ങുന്നത്. കണക്കിൽപ്പെടാത്ത പണവും കള്ളപ്പണ ഇടപാടുകളും നടന്നിട്ടുണ്ടെങ്കിൽ നിക്ഷേപകർക്കെതിരെയും നിയമ നടപടികളുണ്ടാകും. അന്വേഷണവുമായി സഹകരിക്കാൻ ഹൈറിച്ച് നിക്ഷേപകരോട് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിക്ഷേപകരിൽ ചിലരെ കൂട്ടാളികൾ വഴി ബന്ധപ്പെട്ട് പണം തിരികെ നൽകുമെന്നും അതിനുള്ള ആസ്തി ഹൈറിച്ചിനുണ്ടെന്നും വിശ്വസിപ്പിക്കുന്നുണ്ട്. പണം നഷ്ടപ്പെട്ടവരിൽ ഇതര സംസ്ഥാനക്കാരുമുണ്ട്. വിദേശ നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പിൽ നിക്ഷേപമായി ആകെ സ്വീകരിച്ചത് 3141 കോടി രൂപയാണ്. പ്രതികളുടെ 212 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിരുന്നു. ഒളിവിലുള്ള പ്രതാപനും ശ്രീനിക്കുമായി ഇഡി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. കേസിൽ ഇഡിക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. ജനം, കൊച്ചി.